So we were dealing with cell cycle. സെൽ സൈക്കിളിലെ എന്താണ് സെൽ സൈക്കിൾ എന്നും അതിൻ്റെ എന്താണ് സെൽ ഡിവിഷൻ എന്നും നമ്മൾ പറഞ്ഞായിരുന്നു. സെൽ സൈക്കിളിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻ്റർഫേസ് ആയിട്ടും പിന്നെ നമ്മൾ എന്താ ഡിവൈഡ് ചെയ്ത് എം ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇൻ്റർഫേസിനെ തന്നെ നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്തു പല പല ഘട്ടങ്ങളായിട്ട്. G1 ഫേസ് അല്ലെങ്കിൽ DNA സിന്തസിസിന് മുന്നേ ഉള്ള ഫേസാണ് G1 ഫേസ് എന്ന് പറയുന്നത്. അവിടെയാണ് സെല്ല് ഗ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എസ് ഫേസിലാണ് DNA സിന്തസിസ് നടക്കുന്നതെന്ന് പറഞ്ഞു. G2 ഫേസിലാണ് DNA സിന്തസിന് ശേഷമുള്ള ഫേസാണ് G2 ഫേസ്. അവിടെ ഓർഗൻസൊക്കെ കൂടുതൽ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. പിന്നെ സെല്ലിൻ്റെ എനർജി സോഴ്സിനെ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി. പിന്നെ നമ്മൾ എം ഫേസിനെ കുറിച്ച് പറഞ്ഞു. എം ഫേസ് എന്ന് പറയുന്നത് മൈറ്റോസിസും സൈറ്റോകൈനസിസും കൂടെ ഉള്ള ഫേസിനാണ് നമ്മൾ എം ഫേസ് എന്ന് പറയുന്നത്. ഈ എം ഫേസിൽ DNA കണ്ടൻസ് ചെയ്ത് ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഡോട്ടർ സെൽ എന്ന് പറഞ്ഞു. ആഫ്റ്റർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് DNA അല്ലെങ്കിൽ കണ്ടൻസ് ജനറ്റിക് മെറ്റീരിയൽ ഇൻ ടു ദി ഡോട്ടർ സെൽസ് വാട്ട് ഹാപ്പൻസ്, സെല്ല് രണ്ടായിട്ട് സെല്ലിൻ്റെ സൈറ്റോപ്ലാസും ഓർഗനൽസും ഡിവൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞായിരുന്നു. അതാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് സെൽ ഡിവിഷനിൽ മൈറ്റോസിസ് എന്താണ് ഡീൽ ചെയ്തായിരുന്നു. പിന്നെ മൈറ്റോസിസിലോട്ടാണ് നമ്മൾ കടന്നത്. എന്താണ് മൈറ്റോസിസ് എന്നുള്ളത് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഇവിടെ ഒന്നുകൂടെ പറയാം. മൈറ്റോസിസ് ഇസ് ആക്ച്വലി പ്രോസസ് ഓഫ് സെൽ ഡ്യൂപ്ലിക്കേഷൻ. സെല്ലിൻ്റെ ഡിവിഷനെയാണ് അല്ലെങ്കിൽ സെൽ ഡ്യൂപ്ലിക്കേഷൻ വേർ വാട്ട് ഹാപ്പൻസ് ദ ജനറ്റിക് മെറ്റീരിയൽ is equally distributed and to the daughter cells, and what happens that ഒരു മദർ സെൽ എന്നുണ്ടാകുന്ന രണ്ട് ഡോട്ടർ സെൽസും ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കും ടു ദി മദർ. അതായത് മദർ സെല്ലിന് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ട് രണ്ട് ഡോട്ടർ സെൽ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണ സൊമാറ്റിക് സെൽസ്, എല്ലാ സൊമാറ്റിക് സെൽസിനും നടക്കുന്ന ഒരു ഡിവിഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്? ഈ പ്രോസസ്സ് നടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഗ്രോത്ത് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് വോൺ ഔട്ട് സെൽസ് അല്ലെങ്കിൽ വൂണ്ട് ഉണ്ടാകുമ്പോഴൊക്കെ അവിടെയാണ് മെയിൻലി മൈറ്റോസിസ് നടക്കുന്നത് നമ്മൾ പറയുന്നത്. ആൻഡ് മൈറ്റോസിസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ക്യാൻ ബി ആവേഴ്സ്, ഇറ്റ് ക്യാൻ ബി ലൈക്ക് 24 hours ഇൻ ദ കേസ് ഓഫ് മാമ്മൽസ്. ചില സെൽസിൽ അത് മിനിറ്റ്സ് ആണ്, 90 minutes ഒക്കെ ഉണ്ട് ഈസ്റ്റിലൊക്കെ. സോ ഇറ്റ് വേരീസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ടൈം, ദി എമൗണ്ട് ഓഫ് കെമിക്കൽസ് പ്രസൻറ്റ്, ദി എമൗണ്ട് ഓഫ് എനർജി പ്രസൻറ്റ്, ടെമ്പറേച്ചർ, അങ്ങനെ പല പല കാര്യങ്ങൾ. സോ നൗ വാട്ട് ഇസ് മൈറ്റോസിസ്? നൗ മൈറ്റോസിസിൻ്റെ പല പല സ്റ്റേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പക്ഷെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വി ഹാവ് ഡിവൈഡഡ് മൈറ്റോസിസ് ടു വേരിയസ് ഫേസസ് ബേസ്ഡ് ഓൺ വാട്ട് നമുക്ക് ഇവിടെ തന്നെ ഈ പാഠത്തിൽ തന്നെ ആസ് യു ക്യാൻ സി നമുക്ക് ഓരോ ഫേസിലും മൈറ്റോസിൻ്റെ ക്രോമസോമിൻ്റെ സ്ട്രക്ചറിന്, ക്രോമസോമിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഓരോ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. സോ ആ ഒരു സ്ട്രക്ചറിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ ബേസിസിൽ മൈറ്റോസിസ് ക്യാൻ ബി ഡിവൈഡഡ്. നൗ ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 5 ഫേസസ് ആണ്. പ്രോഫേസ്, പ്രോമെറ്റാഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇതല്ലാതെ തന്നെ വാട്ട് ഇസ് സൈറ്റോകൈനസിസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈറ്റോകൈനസിസ് എസ് എ ഫൈനൽ ഫിസിക്കൽ സെൽ ഡിവിഷൻ ആണ് പറയുന്നത് ടീലോഫേസിന് ശേഷം. അതിന് ചില സമയത്ത് മൈറ്റോസിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 6th ഫേസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. നൗ ഇവിടെ നമ്മൾ എന്താണ് പ്രോഫേസ് എന്ന് പറയുകയായിരുന്നു. എക്സ്ക്യൂസ് മീ, ഐ എം ജസ്റ്റ് ചെക്കിങ് വെദർ റെക്കോർഡിംഗ് നടക്കുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി പുറകിലോട്ട് പോയതാണ്, സോറി. യെസ്, ഓക്കെ. Prophase. Now what is prophase? Prophase is the first stage of mitotic division. Now first stage of mitotic division എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കുറേയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ടൻസ് ചെയ്ത് പറയുകയാണ്. ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് പറയുന്നത്. ഫസ്റ്റ് വാട്ട് ഹാപ്പൻസ്, ദി കോയിലിംഗ് ആൻഡ് ദി കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം. നൗ ഇൻ്റർഫേസിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് ക്രൊമാറ്റിൻ ആയിട്ട് ഇരിക്കുകയാണ്. അത് കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആകണം. ക്രോമസോം ആയാൽ മാത്രമേ മൈറ്റോസിൽ അത് നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ ഡോട്ടർ സെൽസ്. ആ പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു പ്രോട്ടീനാണ് കണ്ടൻസിൻ. കണ്ടൻസിൻ എന്ന് പറയുന്ന പ്രോട്ടീനൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ കോയിലിംഗ് മെയിൻലി നടക്കുന്നത്. ഒരുപാട് പ്രോട്ടീൻസ് അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ജസ്റ്റ് നമ്മളിവിടെ കണ്ടൻസ് എന്ന പ്രോട്ടീൻ അതിന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി എന്താ സംഭവിക്കുന്നത്? വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഡ്യൂറിങ് ദ എസ് ഫേസ്, ഇൻ്റർഫേസിലെ എസ് ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. സോ അതിന് മുന്നേ DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടിരുന്ന DNA ഈ പറയുന്ന ഗ്രോത്ത് ഫേസ്, ഇൻ്റർഫേസിൻ്റെ ഗ്രോത്ത് ഫേസിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടിരുന്ന DNA റെപ്ലിക്കേഷൻ നടന്നുമ്പോൾ വാട്ട് ഹാപ്പൻഡ്, DNAക്ക് ഒരു കോപ്പി ഉണ്ടായി. അതായത് മെറ്റേണൽ ആണെങ്കിൽ പെറ്റേണൽ ആണെങ്കിൽ ഇപ്പം അതിൻ്റെ രണ്ട് കോപ്പീസ് ഉണ്ടായി. ഈ കോപ്പീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. നൗ ദീസ് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആർ ഓൾവേസ് അറ്റാച്ച്ഡ് ടു ഈച്ച് അതർ. രണ്ടുപേരും ഒരുമിച്ചായിരിക്കുന്നത്. ആരവർ ഒരുമിപ്പിക്കുന്നത്? നൗ ദീസ് ആർ അറ്റാച്ച്ഡ് ടു ഈച്ച് അതർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രോട്ടീൻ നോൺ ആസ് കൊഹിസിൻ.
കൊഹിസിൻ എന്ന് പറയുന്ന പ്രോട്ടീനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് അവർ G2 ഫേസിലൊക്കെ ഇരിക്കുന്നത്. പക്ഷെ പ്രോ-ഫേസിലോട്ട് വരുമ്പോൾ G2 ഫേസിൽ കൊഹിസിൻ അവരെ ത്രൂ ഔട്ട് ദി ലെങ്ത്, ആ ക്രോമസോമിന്റെ ത്രൂ ഔട്ട് ദി ലെങ്ത് ഇവർ അറ്റാച്ച്ഡ് ആണ്. ബട്ട് പ്രോ-ഫേസിൽ വരുമ്പം ആ ഒരു അറ്റാച്ച്മെന്റ് ത്രൂ ഔട്ട് ദി ലെങ്ത് ഇല്ല. കുറച്ച് കൊഹിൻസിൻസ് ഒക്കെ റിമൂവ് ചെയ്യും. എവിടുന്നാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്? ആംസിന്റെ അവിടെ നിന്ന്. പ്രോപ്പർ കോയിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആംസിന്റെ അവിടെ നിന്ന് ഈ കൊഹിസിൻസ് ഒക്കെ റിമൂവ്ഡ് ആയിട്ട്. പ്രോഫേസിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റും? കൊഹിസിൻസ് ആർ ഒൺലി അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൊഹിസിൻസ് ദ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആർ ഒൺലി അറ്റാച്ച്ഡ്. എവിടെ മാത്രം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? സെൻട്രോമിയറിന്റെ അവിടെ മാത്രമാണ് അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെ? മെറ്റാഫേസ് വരെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. മെറ്റാഫേസിൽ പിന്നെയും ചേഞ്ച് വരുന്നുണ്ട്. സോ പ്രോഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? സം ഓഫ് ദി കൊഹിസിൻസ് ആർ റിമൂവ്ഡ് ഫ്രം ദി ആംസ് ഓഫ് ദി സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഇനി വേറെ എന്താ? നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്തായാലും ഡ്യൂറിങ് ദി പ്രോഫേസ് വാട്ട് ഈസ് ഹാപ്പനിങ്? കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം നടക്കുകയാണ്. വൺസ് ദി ക്രോമസോം സ്റ്റാർട്ട്സ് ടു കണ്ടെൻസ്, വാട്ട് ഹാപ്പൻസ്? DNA is not dispersed, so the nucleotides are not available for the RNA polymerase to create, synthesize RNA. So RNA transcription stop ചെയ്യുന്നു. RNA ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ന്യൂക്ലിയോളിസ് എന്ന് പറയുന്ന ഒരു ആ ഓർഗനൈസേഷൻ അവിടെ ഇല്ലാണ്ടായിരുന്നു. സോ ന്യൂക്ലിയോളിസം എന്താവുന്നു? ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുകയാണ്. അതായത് ഇറ്റ് ഈസ് ലൈക്ക് നോട്ട് ഡിസപ്പിയറിങ്, അത് അവിടെ ഇങ്ങനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇല്ലാതെ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി വൺസ് ദ ക്രോമസോം ഇസ് ആക്ച്വലി കണ്ടൻസിങ്, വാട്ട് ഹാപ്പൻസ്? കൈനറ്റോ കംസ് ഇൻ ടു പ്ലേസ്. വാട്ട് ഇസ് എ കൈനറ്റോകോർ? നൗ കൈനറ്റോകോർ ഇസ് എ പ്രോട്ടീൻ കോംപ്ലെക്സ് വിച്ച് ഇസ് സീൻ അസോസിയേറ്റഡ് ടു ദി സെൻട്രോമിയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കൈനറ്റോകോർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ക്രോമസോമിൽ ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ക്രോമസോമിൽ സെൻട്രോമിയറിൻ്റെ അവിടെ ഇരിക്കുന്ന ഒരു പ്രോട്ടീനേഷ്യസ് കോംപ്ലെക്സാണ് നമ്മൾ കൈനറ്റോകോർ എന്ന് പറയുന്നത്. ഈ കൈനറ്റോകോറിലോട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സോ ഇനി ഈ പറയുന്ന ക്രോമസോംസ് എന്താണ്? ക്രോമസോംസ് ഇങ്ങനെ ക്രോമസോം ആയി കഴിയുമ്പോൾ കണ്ടൻസേഷൻ കഴിയുമ്പോഴത്തേക്കും കൈനറ്റോകോർ പ്രോട്ടീൻസ് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. അതും എവിടെയാണ് നടക്കുന്നത്? പ്രോഫേസിലാണ് ആ ഒരു പ്രോസസ്സും ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. ഇനി എന്താ നടക്കുന്നതെന്ന് നോക്കാം. അടുത്ത ഫോർമേഷനാണ്. ഇനി കൈനറ്റോകോർ ഫോർമേഷൻ നടന്നു. ഇനി ആര് വരണം? സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാവണം. സോ സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ഫോർമേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ മൈറ്റോട്ടിക് അപ്പാരറ്റസിൻ്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ മൈറ്റോട്ടിക് അപ്പാരറ്റസിൻ്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് മൈറ്റോട്ടിക് അപ്പാരറ്റസ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദിസ് മൈറ്റോട്ടിക് അപ്പാരറ്റസ് ആക്ച്വലി മെയ്ഡ് അപ്പ് ഓഫ് എന്നൊരു പോയിന്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെയാണ് അതിലോട്ടാണ് നമ്മൾ ഇതിലോട്ട് കടക്കാൻ പോകുന്നത്. സോ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് മൈറ്റോട്ടിക് അപ്പാരറ്റസ്? ഇറ്റ് ഇസ് ആക്ച്വലി ദിസ് മൈറ്റോട്ടിക് അപ്പാരറ്റസ് വിച്ച് ഹെൽപ്സ് which assist in the separation of chromosome. ക്രോമസോംസിനെ ഈ രണ്ട് ഡോട്ടർ സെല്ലിലോട്ട് ഈക്വലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന നമ്മൾ വെള്ളമൊക്കെ കോരുമ്പോൾ, കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ആ വെള്ളം താഴ്ന്ന് മുകളിലോട്ട് എത്തിക്കുന്ന ആ കയറില്ല, അതുപോലെ കയറിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നത് അസിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഈ സ്പിൻഡിൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈറ്റോട്ടിക് സ്പിൻഡിൽ അപ്പാരറ്റസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? Now this spindle apparatus is organized around a structure known as centrosome. Centrosome എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായി വരുന്നത്. So what is the centrosome? Now centrosome is made up of another structure known as centrioles. അപ്പോൾ എന്താണ് ഈ centrioles? അപ്പോൾ centrosome ഒരു പേരാണ്. Now this is a name which is new to us. Now, the other name which we have നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു പേരാണ് സെൻട്രോസോംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സെൻട്രിയോൾസ്, എന്താണ് സെൻട്രോസോംസ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഡീൽ ദാറ്റ് ഫസ്റ്റ്. സെൻട്രിയോൾസ് ആൻഡ് സെൻട്രോസോംസ്. എന്താണ് സെൻട്രിയോൾസ്? എല്ലാ യൂകാരിയോട്ടിക് സെല്ലിലും നമ്മൾ സൈറ്റോസ്കെലിറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ പല ചാപ്റ്റേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. സെല്ലിൻ്റെ സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സാണ് സൈറ്റോസ്കെലിറ്റൻ. സൈറ്റോസ്കെലിറ്റൻ എന്ന് വെച്ചാൽ ഒന്നുമല്ല, ഇറ്റ് ഈസ് ലൈക്ക് നമ്മുടെ ആക്ടിൻ, മയോസിൻ പോലത്തെ സ്ട്രക്ചേഴ്സിനാണ് സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ്, മൈക്രോ ഫിലമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. അതായത് ട്യൂബ് പോലത്തെ ഹോൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോൾ അല്ലാണ്ട് കോമ്പാക്റ്റ് ആയിട്ടൊക്കെ സ്ട്രക്ചേഴ്സാണ് ഫിലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഒരു മിഡിലുള്ളൊരു സ്ട്രക്ചറാണ് ഇൻ്റർമീഡിയറ്റ് എന്നൊക്കെ പറയുന്നത്. സോ ഇങ്ങനത്തെ ചെറിയ ഫിലമെൻ്റ് സ്ട്രക്ചേഴ്സ്, അതായത് റിപ്പീറ്റിംഗ് യൂണിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഫിലമെൻ്റ് സ്ട്രക്ചേഴ്സ് കൊണ്ടുള്ള നാര് പോലത്തെ സ്ട്രക്ചർ വിച്ച് ഹെൽപ്സ് ഫോർ ദ സെൽ ടു മെയിൻറ്റെയിൻ ഈ സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോസ്കെലിറ്റൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ന്യൂക്ലിയർ ലാമിനയിലൊക്കെ അത് പറഞ്ഞായിരുന്നു. അങ്ങനത്തെ
സൈറ്റോസ്കെൽറ്റൻ കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ് സെൻട്രിയോൾസ് എന്ന് പറയുന്നത്. നൗ സെൻട്രിയോൾ ഇസ് എ സ്ട്രക്ചർ വിച്ച് ഇസ് സീൻ ഇൻ മോസ്റ്റ് ഓഫ് ദി യൂക്കാരിയോട്സ്. ബട്ട് അതില്ലാത്ത സെൻട്രിയോൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ലാത്ത ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ലൈക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒന്നും സെൻട്രിയോൾസ് ഇല്ല. അതല്ലാതെ നമുക്ക് മിക്കവാറുള്ള യൂക്കാരിയോട്ട് സെൽസ് നമുക്ക് എന്ത് കാണാൻ പറ്റും? സെൻട്രിയോൾസ് ക്യാൻ ബി സീൻ. നൗ വാട്ട് ഇസ് എ സെൻട്രിയോൾ? നൗ ദിസ് ഇസ് എ സെൻട്രിയോൾ. ഈ ഒരു കാണുന്ന ഒരു സ്ട്രക്ചറിനെയാണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. നൗ അപ്പോൾ നമുക്ക് എന്താണ് സെൻട്രിയോൾ എന്ന് നമുക്ക് നോക്കാം. നൗ സോറി, ഓക്കെ. എന്താണ് സെൻട്രിയോൾ? ഇവിടെ ഈ കാണുന്ന ഈ ഹോളോ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, ഈ ഹോളോ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് നമ്മൾ സെൻട്രിയോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സെൻട്രിയോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയേ. സെൻട്രിയോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കുറേ ട്യൂബ്സ് അല്ലേ. ഈ ഓരോ ട്യൂബിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോഫിലമെന്റ്സ്. സോ ഈച്ച് ഓഫ് ദിസ് ട്യൂബ് ഇസ് നോൺ ആസ് എ മൈക്രോഫിലമെന്റ്. സോറി, മൈക്രോ ട്യൂബ്യൂൾ കേട്ടോ, സോറി മിസ്റ്റേക്ക് വന്ന്, മൈക്രോ ട്യൂബിൾ. സോ സെൻട്രിയോൾ എന്ന് പറയുന്നത് ഒരു ഹോളോ സ്ട്രക്ചറാണ്, ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഇസ് എഗെയിൻ മെയ്ഡ് അപ്പ് ഓഫ് ട്യൂബ്സ്. കുറേ സ്ട്രോകൾ ചുറ്റും അറേഞ്ച് ചെയ്തൊരു ട്യൂബ് ഉണ്ടാക്കണ പോലെയാണിത്. നമുക്കപ്പോൾ ഒരു കുറേ സ്ട്രോസ് ഉപയോഗിച്ച് ഒരു ട്യൂബ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ ട്യൂബിനെയാണ് നമ്മൾ സെൻട്രിയോൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈച്ച് സ്ട്രോ ഇസ് നോൺ ആസ് ദി മൈക്രോഫിലമെന്റ്, മൈക്രോട്യൂബ്യൂൾസ്. നൗ ഈ മൈക്രോട്യൂബ്യൂൾസ് ചുമ്മാ അല്ല അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്? ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ നോക്കി എങ്ങനെയാണ്, അതായത് 1 2 3 4 5 6 ഞാൻ വരച്ച് കാണിക്കാം. 1 2 3 4 5 6 7 8 9 സെറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ 9 സെറ്റിൽ ഈച്ച് സെറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 3 ട്യൂബ്യൂൾസ്. സോ 9 ട്രിപ്ലറ്റ് യൂണിറ്റ്സ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഒരു സെൻട്രിയോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 9 ട്രിപ്ലറ്റ് ട്യൂബ്യൂൾസ്, അതായത് 3 ട്യൂബ്യൂൾസിനെ ഒരുമിച്ച് വെച്ച് അങ്ങനെ 9 3 ട്യൂബ്യൂൾസിൻ്റെ സെറ്റിനെ ഒരുമിച്ച് വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു ഹോളോ സ്ട്രക്ചർ. ഈ നടുക്കളൊക്കെ കണക്ഷൻസ് ആണ്, അവിടെ ഒന്നും വേറെ ഒന്നുമില്ല. അത് ഇതുപോലെ ഹോളായിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രിയോൾ എന്ന് വിളിക്കുന്നത്. നൗ സെൻട്രിയോൾ എന്ന് പറയുമ്പോൾ ഓക്കെ, നൗ സെൻട്രിയോൾസ് എന്ന് വിളിക്കുന്നു. ഇതാണ് സെൻട്രിയോൾ ആയിട്ട് ഇരിക്കുന്നത്. നൗ സെൻട്രിയോൾ ആക്ച്വലി ഒരു പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. സെൻട്രിയോൾസ് ഒരു പെയർ ആയിട്ടായിരിക്കും നമ്മുടെയൊക്കെ ബോഡിയിൽ ഇരിക്കുന്നത്. അവർ ആ പെയർ ഇരിക്കുന്ന ഒരു റൈറ്റ് ആംഗിളിൽ അറ്റാച്ച് ചെയ്തിട്ടായിട്ടായിരിക്കും സെൻട്രിയോൾസ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ തന്നെ കാണാൻ പറ്റും. സെൻട്രിയോൾസ് മെയിൻലി ഒരു റൈറ്റ് ആംഗിളിൽ ഇങ്ങനെ പെയർ ആയിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. ഈ പെയർ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ റൈറ്റ് ആംഗിൾ അറ്റാച്ച്ഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നൗ എസ് ഫേസിൽ DNA ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ സെൻട്രിയോൾ എന്ന് പറയുന്ന സ്ട്രക്ചറും ഡിവൈഡ് ചെയ്യാറുണ്ട്. സോ നമ്മളിപ്പോൾ മൈറ്റോസിസ് പ്രോഫേസിൽ വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെല്ലിൽ എത്ര സെൻട്രിയോൾസ് ഉണ്ടാകും എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സെല്ല് ശരിക്കും സെൻട്രിയോൾസ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിൽ 2 പെയേഴ്സ് ഉണ്ടാവും. നമ്മുടെ സെല്ലിൽ എത്ര ഉണ്ടാവും? 2 പെയർ. ഒരു സെൻട്രിയോൾ എന്ന് പറയുന്നതാണ് ഒരു സെൻട്രിയോൾ. അതിങ്ങനെ പെയർ ആയിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ 2 പെയേഴ്സ് എവിടെ ഉണ്ടാവും? നമ്മുടെ ഓരോ സെല്ലിലും ഉണ്ടാവും. ഞാൻ പറയാം, ദിസ് പെർട്ടിക്കുലർ സ്ട്രക്ചർ, ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സെൻട്രിയോൾ എന്ന് പറയുന്നത്. സെൻട്രിയോൾ സാധാരണ പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. സെൻട്രിയോൾ സാധാരണ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ വരച്ച് കാണിച്ചു തരാം. സെൻട്രിയോൾ നോർമലി ഇരിക്കുന്നത് നോക്കി ഇങ്ങനെ പെയർ ആയിട്ട് ഇങ്ങനൊരു സ്ട്രക്ചർ, അതിന് റൈറ്റ് ആംഗിൾ ആയിട്ട് ഇങ്ങനൊരു സ്ട്രക്ചർ ആയിട്ടാണ് സെൻട്രിയോൾസ് ഇരിക്കുന്നത്. നൗ ഡ്യൂറിങ് സെൽ ഡിവിഷൻ സെൻട്രിയോൾസ് എന്ത് ചെയ്യും നോക്കി. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻട്രിയോൾസ് ഡബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സെല്ലിൽ തന്നെ നമുക്ക് എത്ര സെൻട്രിയോൾ പെയറിനെ കാണാൻ പറ്റും? യു ക്യാൻ സി 2 pairs of centrioles can be seen. 2 pairs during എസ് ഫേസിലാണ് ഡിവിഷൻ നടക്കുന്നത്. സോ DNA ഡിവൈഡ് ചെയ്യുമ്പോഴേ ഇവരും ഡിവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ എം ഫേസിൽ നമുക്ക് 2 പെയർ സെൻട്രിയോൾ ഉണ്ട് കേട്ടോ. ഈ സെൻട്രിയോൾ സെൻട്രോസോം തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. നൗ വേണ്ട, ഇവിടെ തന്നെയുണ്ട്. നൗ ഈച്ച് സെൻട്രോസോം, ഒരു സെൻട്രോസോം ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണെന്നറിയാമോ? ഒരു പെയർ സെൻട്രിയോളും ആൻഡ് ദി അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോട്ടീൻസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? സെൻട്രോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. സോ സെൻട്രോസോം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട് ഓൾ സ്ട്രക്ചേഴ്സ്? സെൻട്രോസോം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് a pair of centriole and some associated proteins. ഒരു പെയർ എന്താണ്? സെൻട്രിയോൾസും കൊണ്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? സെൻട്രോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാക്കി. സോ വാട്ട് യു സീ ഹിയർ നൗ, നിങ്ങൾ ഈ കാണുന്ന ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രോസോം എന്ന് വിളിക്കുന്നത്. സോ ദിസ് സ്ട്രക്ചർ ഇസ് നോൺ ആസ് ദി സെൻട്രോസോം. ആൻഡ് എന്താണ് സെൻട്രിയോൾ? ഈ ഒരു പെർട്ടിക്കുലർ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ, ഓൺലി ദിസ് സ്ട്രക്ചർ, ദിസ് പെർട്ടിക്കുലർ സ്ട്രക്ചർ ഇസ് നോൺ ആസ് സെൻട്രോസോം.
സെൻട്രിയോൾ. ഓക്കെ, ഇനി സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ എന്താ സംഭവിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂറിങ് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ, സെൽ മൈറ്റോസിൻ്റെ സമയമാകുമ്പോഴത്തേക്കും പ്രോഫേസിൻ്റെ തുടക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഒരു സെൽ ഹാസ് എ പെയർ ഓഫ് സെൻട്രിയോൾസ് ആണ്, അതായത് ഇൻ ദ സെൻട്രോസോംസ്. ഓരോ സെൻട്രോസോമിലും ഓരോ പെയർ, അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എന്താ പറഞ്ഞത്, അതായത് നമ്മുടെ സെൻട്രിയോൾസ് ഇങ്ങനെ ഇരിക്കുകയാണ്, സെൻട്രിയോൾസിൻ്റെ പെയർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർ അസോസിയേറ്റ് ചെയ്തിട്ട്, ഇവരും കുറച്ച് പ്രോട്ടീൻസ് കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഇവർ എന്തായി ആവുമെന്ന് പറഞ്ഞു? സെൻട്രോസോം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താ സംഭവിക്കുന്നത്? ഈച്ച് പെയർ ഓഫ് സെൻട്രിയോൾസ് അല്ലെങ്കിൽ ഈച്ച് സെൻട്രോസോം, ഈ സെൻട്രോസോമിൽ ഇനി നമുക്ക് കാണാൻ പറ്റും ആസ്റ്റർ ഫിലമെന്റ്സ്. ഈ സെൻട്രോസോമിന് ചുറ്റുമായിട്ട് നോക്കി, cells entering the mitosis have a centrosome containing 2 pairs of centrioles and associated proteins. ഇനി എന്താ സംഭവിക്കുന്നത്? എന്ന് വെച്ചാൽ ഡ്യൂറിങ് ദ ഫസ്റ്റ് സ്റ്റേജ് പ്രോഫേസിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെൻട്രോസോംസ് ഡിവൈഡ്സ് ഇൻ ടു 2 പാർട്സ്. അതായത് സെൻട്രോസോംസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് വാട്ട് ഹാപ്പൻസ്, ഈ സെൻട്രോസോമിന് ചുറ്റുമായിട്ട് എന്തുണ്ടാക്കും? സെൻട്രോസോമിന് ചുറ്റുമായിട്ട് മൈക്രോ ട്യൂബ്യൂൾസ് വിൽ ഫോം. അതായത് ഓരോ സെൻട്രോസോമിന് ചുറ്റും മൈക്രോ ട്യൂബ്യൂൾസ് ഇത് ഇങ്ങനെ ഫോം ചെയ്യും. ഇങ്ങനെ സെൻട്രോസോമിന് ചുറ്റും ഉണ്ടാകുന്ന മൈക്രോ ട്യൂബ്യൂൾസ് കാണുമ്പോൾ ഒരു സ്റ്റാർ ലൈക്ക് അപ്പിയറൻസ് അല്ലേ നമുക്ക് തോന്നുന്നത്? ഒരു നക്ഷത്രം പോലെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇങ്ങനത്തെ സ്റ്റാർ ലൈക്ക് മൈക്രോ ട്യൂബ്യൂൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്റ്റേഴ്സ്. അവരെന്താ വിളിക്കുന്നത്? ആസ്റ്റേഴ്സ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, എന്താണ് സെൻട്രോസോം? സെൻട്രോസോം എന്ന് പറയുന്നത് സെൻട്രിയോൾസ്, റൈറ്റ് ആംഗിൾസ് അറ്റാച്ച് ചെയ്യുന്ന സെൻട്രിയോൾസും കുറച്ച് അസോസിയേറ്റഡ് പ്രോട്ടീൻസും കൂടെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രോസോം എന്ന് വിളിക്കുന്നത്. ഇനി സെൻട്രോസോമിൽ സ്പിൻഡിൽ ഫൈബറിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എന്തുണ്ടായി തുടങ്ങും? കുറച്ച് മൈക്രോ ട്യൂബിൾസ് അവിടുന്ന് എറൈസ് ചെയ്യാൻ തുടങ്ങും. ഈ മൈക്രോ ട്യൂബിൾസ് നമ്മൾ ഓൾറെഡി കണ്ടോ? ഇവിടെ നമുക്ക് കണ്ടോ നോക്കി, കുറേ മൈക്രോ ട്യൂബിൾസ് എറൈസ് ചെയ്യുന്നത് കണ്ടല്ലോ. ഈ മൈക്രോ ട്യൂബിൾസ് എറൈസ് ചെയ്യും. ഈ മൈക്രോ ട്യൂബിൾസ് എറൈസ് ചെയ്ത് സ്റ്റാർ ലൈക്ക് സ്ട്രക്ചറാണ് ഫോം ചെയ്യുന്നത്. ഈ മൈക്രോ ട്യൂബിൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്റ്റേഴ്സ്. നൗ വൺസ് ദി ആസ്റ്റർ ഫോർമേഷൻ ടേക്സ് പ്ലേസ്, ഈ സെൻട്രോസോംസ് എങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും? ഇവർ 2 പോള്, സെല്ലിൻ്റെ 2 വശങ്ങളിലോട്ട്, 2 പോളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നോക്കിയാൽ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, ഇവിടെ കണ്ടോ? ഇവിടെ യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോക്കിയേ, വരട്ടെ കേട്ടോ. കണ്ടോ, ഇത് രണ്ട് സെൻട്രോസും 2 പോളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്. വിത്ത് ആസ്റ്റേഴ്സ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയം ഇത്രയുമാണ് എവിടെ നടക്കുന്നത്? പ്രോഫേസിൽ നടക്കുന്നത്. മൈഗ്രേറ്റ് ടു ദി ഈച്ച് പോളിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഈ ആസ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം ആരായിട്ട് അറ്റാച്ച് ചെയ്യും? ഇവിടുത്തെ സെൽ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്യും. അത് ഞാൻ പറയാം കേട്ടോ. ഇനി പ്രോഫേസിൽ അടുത്ത് നടക്കുന്നത് എന്താണ്? അടുത്ത് നടക്കുന്നത്, ഇത് 2 സൈഡിലോട്ടും സെൻട്രോസോം പോകുമ്പോഴത്തേക്കും അവിടെ വേറൊരു മാറ്റം നടക്കും. എന്താ നടക്കുന്നത്? ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുന്നത്? ഇത് സെല്ലാണ് കേട്ടോ. ദിസ് ഇസ് എ സെല്ലിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ ER ക്യാൻ ബി സീൻ. ER, this is the nuclear membrane, നടുക്ക് ഇന്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് ഈ പ്രോഫേസിലോട്ട് വരുമ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻറ്റിഗ്രേറ്റ്, ആ കണ്ടിന്യൂസ് സ്ട്രക്ചർ കണ്ടിന്യൂസ് അല്ലാണ്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് വെസിക്കിൾ ലൈക്ക് ഫോർമേഷൻ, അതായത് എല്ലാം ഡിസിൻറ്റിഗ്രേറ്റ് സെപ്പറേറ്റഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ, സെപ്പറേറ്റ് അല്ലാണ്ട് ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്ത് പോകുന്നല്ല, അവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ അത് ഒരു ബൗണ്ടറി പോലെ ന്യൂക്ലിയസിന് ചുറ്റുപ്പം ഇല്ല. അതിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് വെസിക്കിൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്താ ഇവിടെ കാണുന്നത്? ഡ്യൂറിങ് പ്രോഫേസിലാണ് യു ക്യാൻ സീ ദാറ്റ് ദ ന്യൂക്ലിയർ മെംബ്രെയിൻ സ്റ്റാർട്സ് ടു ഡിസിൻറ്റിഗ്രേറ്റ്. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ആയിട്ട് കുറേ പ്രോട്ടീൻസ് ഇരുന്നില്ലേ, അവരെല്ലാം കോംപ്ലക്സ് ആയിട്ട് ഇരിക്കില്ല, അവരെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പോയി. ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിനെ സപ്പോർട്ട് ചെയ്ത് കുറേ സൈറ്റോസ്കെൽറ്റൻ ഉണ്ടായിരുന്നു. ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിനിൽ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ കുറേ സൈറ്റോസ്കെൽറ്റൻ ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ലാമിന എന്ന് വിളിച്ചത്. ആ ന്യൂക്ലിയർ ലാമിന ഇപ്പോൾ അവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവരും ഡിസോസിയേറ്റ് ചെയ്ത് പോകും, അവരും സെപ്പറേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ പ്രോഫേസിൽ ഇനി എന്താ നടക്കുന്നത്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകും, ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്ത് പോകും, ന്യൂക്ലിയർ ലാമിനയും ഡിസോസിയേറ്റ് ചെയ്ത് പോകും.
ഇനി ഇവർ മാത്രമാണോ? അല്ല. എൻഡോപ്ലാസ്മിക് സെല്ലിൽ ഇപ്പം നിറച്ചിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾജി കോംപ്ലക്സ് ഒക്കെ ഇരിക്കുകയാണല്ലേ, അവരൊക്കെ സെല്ലിന്റെ മേജർ പാർട്ട് ഓക്കുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും ഡിസിൻറ്റഗ്രേറ്റ് ഇവരെല്ലാം ചെറിയ 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 വെസിക്കിൾസ് ആയിട്ട്, ഗ്രൂപ്പ്സ് ഓഫ് വെസിക്കിൾസ് ആയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് പോകും. ബട്ട് വേറെ ഓർഗൻസ് മൈറ്റോകോൺട്രിയയ്ക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ റൈബോസോംസിനോ ഒന്നും സംഭവിക്കുന്നില്ല. അവരൊക്കെ അങ്ങനെ ഓർഗനിലായിട്ട് തന്നെ ഇരിക്കുകയാണ്, അവർക്കൊന്നും സംഭവിക്കില്ല. ബട്ട് ബാക്കി ഇത്രയും പേരാണ് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത്. സോ ഇത്രയുമാണ് പ്രോഫേസിൽ നടക്കുന്നത്. സോ പ്രോഫേസിൽ നടക്കുന്ന പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടൻസ് ചെയ്ത് പറയാം. സോ എന്തൊക്കെയാണ് പ്രോഫേസിൽ നടക്കുന്നത്? പ്രോഫേസിൽ നടക്കുന്ന ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? യു ക്യാൻ സീ ദാറ്റ് ദ കോയിലിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം അതായത് DNA ജനറ്റിക് മെറ്റീരിയൽ കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആകുന്നു. എന്ത് സംഭവിക്കുന്നു? RNA ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, ന്യൂക്ലിയോളസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, കൈനറ്റോകോർ ഫോർമേഷൻ നടക്കുന്നു. എവിടെ നടക്കുന്നു? സെൻട്രോസോമിൽ നടക്കുന്നു. പിന്നെ എന്താണ്? മൈറ്റോട്ടിക് സ്പിൻഡിൽ അപ്പാരറ്റസിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെൻട്രിയോൾസും അസോസിയേറ്റഡ് പ്രോട്ടീൻസും കമ്പൈൻ ചെയ്ത് സെൻട്രോസോം ആകുന്നു. അങ്ങനെ 2 പേർ സെൻട്രോസോം ഉണ്ട്. നൗ ദിസ് സെൻട്രോസോം എന്ത് ചെയ്യും? അപ്പൊ ഈ സ്ലൈഡ് നിങ്ങൾ നോട്ടിൽ എഴുതേണ്ട കാര്യമില്ല. ഈ സെൻട്രോസോം എന്ത് ചെയ്യും? ഈ സെൻട്രോസോം 2 സൈഡിലോട്ട്, സെല്ലിന്റെ 2 പോളിലോട്ട് ഇപ്പോൾ മൂവ് ചെയ്ത് പോകുന്നു. നൗ സെൻട്രോസോം നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? സെൻട്രിയോൾസ് അറ്റ് റൈറ്റ് ആംഗിളിൽ ഇരിക്കുന്ന സെൻട്രിയോൾസ് കാണാൻ പറ്റും. കുറച്ച് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, പെരി സെൻട്രിയോളർ മെറ്റീരിയൽ നിങ്ങൾ പറയാൻ കുറച്ച് അസോസിയേറ്റഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് എന്ത് കാണാം? ആസ്റ്റർ, അതായത് കുറച്ച് സ്റ്റാർ ലൈക്കുള്ള മൈക്രോ ട്യൂബ്യൂൾസ് കൂടെ അവർ വരുന്നുണ്ട്. അതിനെ ആസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഈ ആസ്റ്റർ ഷേപ്പിലുള്ള ഈ സ്ട്രക്ചർ എങ്ങോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും? 2 പോളിലോട്ട് പോയതേ ഉള്ളൂ. കേട്ടോ, പോളിലോട്ട് പോയി മാത്രമാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ എന്താ കാണുന്നത്? ഇതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ വേറൊരാൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാണ്. ദാറ്റ് ഇസ് ദി ന്യൂക്ലിയർ മെംബ്രെയിൻ സ്റ്റാർട്സ് ടു ഡിസിൻറ്റഗ്രേറ്റ്. ER start to disintegrate. And what is disintegrating? Golgi complex starts to disintegrate. Okay, ഇതാണ് പ്രോഫേസിൽ നടക്കുന്നത്. What is pro-metaphase? Now, pro-metaphase എന്ന് പറയുമ്പോൾ എന്താണ്? This particular phase അല്ലെങ്കിൽ this particular step starts immediately after the complete disintegration of ന്യൂക്ലിയർ മെംബ്രെയിൻ. അതായത് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോമെറ്റാഫേസ്. പ്രോമെറ്റാഫേസിൽ എന്താ നടക്കുന്നത്? പ്രോമെറ്റാഫേസിൽ നടക്കുന്നത് എന്താ വെച്ചാൽ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ നടക്കണം. ആ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ നേരത്തെ എന്തുകൊണ്ടാണ് നടക്കാത്തത്? അത് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ? നമ്മൾ ഓർക്കണം. നൗ ദിസ് ഇസ് ദി സെൽ. ഓ മൈ ഗോഡ്, 1 minute. ഓക്കെ, ദിസ് ഈസ് ദി സെൽ. ഇത് നമ്മുടെ സെല്ലാണ്. ഐ എം ഡ്രോയിങ് സം സെൽസ്. ഇവിടെ കുറച്ച് സെൽസ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. എല്ലാ ആവശ്യം വരുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ എം ഡ്രോയിങ് സം സെൽസ്. ദിസ് ഈസ് ദി സെൽ. ദിസ് ഈസ് ദി ന്യൂക്ലിയർ മെംബ്രെയിൻ. ദിസ് ഈസ് ദി ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇനി ഞാൻ വരയ്ക്കുകയാണ്. നമ്മൾ എന്താ പറഞ്ഞത്? സെൻട്രിയോൾസ് ഇവിടെ വന്നിട്ട് ആസ്റ്റർ ഫിലമെന്റ്സ് ഉണ്ടായി അല്ലേ? പ്രോഫേസിൽ ഇതിങ്ങനെ നടന്നു. സെൻട്രിയോൾസ് 2 സൈഡിലോട്ട് മൂവ് ചെയ്തു. ഇനി എന്താ സമയത്ത് ഇപ്പോൾ ക്രോമസോംസ് ഇവിടെ ഇരിക്കുകയാണ്. നൗ ദ ക്രോമസോംസ് ആർ ദേർ. ക്രോമസോംസ് ഇങ്ങനെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ക്രോമസോംസ്. ഇനി വാട്ട് ഹാപ്പൻസ്? സ്പിൻഡിൽ ഫൈബറിന് വരണം. നൗ സപ്പോസ് നമ്മൾ വിചാരിക്കുക, സപ്പോസ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളപ്പോൾ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. 2 സ്ഥലത്തെ സെൻട്രോസോമിൽ നിന്നും. നൗ വി ആർ കോളിംഗ് ദിസ് ആസ് സെൻട്രോസോം കേട്ടോ. സെൻട്രോസോം. ഓക്കെ, സെൻട്രോസോമിൽ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നത്. ആസ്റ്റേഴ്സ് ഒക്കെ വരയ്ക്കട്ടെ. ആസ്റ്റേഴ്സ്. സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഇത് ക്രോമസോമുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ സ്പിൻഡിൽ ഫൈബേഴ്സിന്? നോ, ഇറ്റ് കാണ്ട്. എന്തുകൊണ്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റാതെ? ന്യൂക്ലിയർ മെംബ്രെയിൻ ഇസ് ദെയർ. ക്രോമസോമിനെ സറൗണ്ട് ചെയ്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളപ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സിന് അങ്ങോട്ട് പോയി അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ? നടക്കില്ല. സോ ദിസ് വോണ്ട് ഹാപ്പൻ. അപ്പം സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് നടക്കണം? സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഹാസ് ടു ഡിസിൻറ്റിഗ്രേറ്റ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇങ്ങനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് എവിടെയും കിടന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. എന്നാൽ മാത്രമേ സ്പിൻഡിൽ ഫൈബറിൽ നിന്ന്
എന്നാൽ മാത്രമേ ഈ പറയുന്ന സെൻട്രിയോൾസിൽ നിന്ന് സെൻട്രോസോമിൽ നിന്ന് ഉണ്ടായി വരുന്ന ഫൈബേഴ്സിന് അകത്തോട്ടിങ്ങനെ കയറി രണ്ട് സ്ഥലത്തു നിന്നും കയറി പോയി ഇറ്റ് ക്യാൻ ആക്ച്വലി കമ്പൈൻ വിത്ത് ദി ക്രോമസോം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഗെറ്റ് ആക്ച്വലി അറ്റാച്ച് ടു ദി ക്രോമസോമായിട്ട് എന്നാലേ ഇവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു സ്റ്റെപ്പ്, അതായത് കംപ്ലീറ്റ് ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് എപ്പോഴേ നടക്കുള്ളൂ? ഓൺലി ആഫ്റ്റർ ദി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ മെമ്പറേൻ. സോ അതുകൊണ്ടാണ് പറയുന്നത് പ്രോ മെറ്റാഫേസിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് ഡ്യൂറിങ് ദി പ്രോ മെറ്റാഫേസ് ദാറ്റ് വി ക്യാൻ സീ ദി കംപ്ലീറ്റ് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പ്രോ മെറ്റാഫേസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രോ മെറ്റാഫേസിൽ സ്പിൻഡിൽ ഫൈബേഷൻ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട് ആൻഡ് ദ സ്പിൻഡിൽ ഫൈബർ ഇസ് ആക്ച്വലി ഗെറ്റിംഗ് അറ്റാച്ച് ടു ദി കൈനറ്റോകോർ. Now once the spindle fiber formation completes, we can see that there are namukku etra types of spindle fibers ne കാണാൻ പറ്റും. We can see 3 types of spindle fibers. Now this is known as the aster spindle fibers. Now we can see some spindle fibers attached to the ക്രോമസോമായിട്ട് അറ്റാച്ച് ചെയ്ത് കുറച്ച് സ്പിൻഡിൽ ഫൈബേഴ്സിനെ കാണാൻ പറ്റും. ആൻഡ് വി ക്യാൻ സി സം സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ് ഇറ്റ് സെൽഫ്. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഡീൽ ചെയ്താണ്. ആസ്റ്റർ സ്പിൻഡിൽ ഫൈബേഴ്സ് ആരുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്? നൗ ദിസ് അറ്റാച്ച് ദ ആസ്റ്റർ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ദി പ്ലാസ്മ മെംബ്രെയിൻ. അവർ ആരുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്? ഇറ്റ് അറ്റാച്ച് ദിസ് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ആക്ച്വലി ഈ പറയുന്ന സെൻട്രോസോമിൻ്റെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കും ഇവിടെ തന്നെ. അതായത് വലിഞ്ഞ് വരാൻ വേണ്ടി ഇവിടെ നമ്മൾ രണ്ട് സൈഡോട്ട് വടംവലി വലിക്കുകയാണ്. അപ്പം ഏറ്റവും അടിയിൽ നമ്മളൊരു കട്ടിയുള്ള ഭാഗത്തോട്ട് കെട്ടി വെക്കണമല്ലോ, അതുപോലെ ബലമുള്ള ഭാഗത്തോട്ട് കെട്ടി വെക്കുന്ന പോലെയാണ് ഈ കെട്ടി വെച്ചേക്കുന്നത്. ഈ ആസ്റ്ററാണ് സെൻട്രോസോമിന് ആരുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്? പ്ലാസ്മ മെംബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. നൗ ഫ്രം ദർ വി ക്യാൻ സി ദ കൈനറ്റോകോർ മൈക്രോട്യൂബിൾസ് ക്യാൻ ബി സീൻ. നൗ ദീസ് മൈക്രോട്യൂബിൾസ് അറ്റാച്ച് വിത്ത് കൈനറ്റോകോർ. ഓക്കെ, ആൻഡ് ഈ കൈനറ്റോകോർ മൈക്രോട്യൂബിൾസ് ആണ് ക്രോമസോമിന് രണ്ട് സ്ഥലത്തോട്ട് പോൾസിലോട്ടും കൊണ്ടുപോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വേറെ നമുക്ക് കാണാൻ പറ്റും. വി ക്യാൻ സി another type of microtubules which is known as the polar microtubules. Now polar microtubules are seen associated with each other. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്, സ്പിൻഡിൽ ഫോർമേഷൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് വേറൊരു വള്ളിയുടെ ഹെൽപ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അവരെ കാണാൻ പറ്റും. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദി പ്രോ മെറ്റാഫേസ്. സോ പ്രോ മെറ്റാഫേസ് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ന്യൂക്ലിയർ മെംബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? അതുകൊണ്ട് തന്നെ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. 3 types of spindle fibers can be seen and the spindle can be seen penetrating the kinetochore. So this is what happens during the pro-metaphase. അപ്പോൾ നമ്മൾ 2 സ്റ്റേജസ് ആണ് പഠിച്ചത്. നമ്മൾ പഠിച്ചത് മെയിൻലി എന്താണ് പ്രോഫേസ് എന്നും നമ്മൾ പഠിച്ചു, എന്താണ് പ്രോ മെറ്റാഫേസ് എന്നും പഠിച്ചു. ഓക്കെ, ഈ പ്രോ മെറ്റാഫേസ് ഇസ് ഓൾസോ നോൺ ആസ് ലേറ്റ് പ്രോഫേസ് കേട്ടോ, അങ്ങനെ ഇതിനെ വിളിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Okay, so thank you.